الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിവിൽ പരമാവധി എല്ലാ സന്ദർഭങ്ങളിലും ജാഗരൂകരായിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ ദിവസങ്ങളെ സൃഷ്ടിച്ചതിൽ 7 ദിവസങ്ങളിൽ ഏറ്റവും ഉന്നതമായത്, നേതാവായത് വെള്ളിയാണ്. ശനിയും ഞായറും മറ്റു 2 ആളുകൾ അതിനെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് അല്ലാഹു അതിനേക്കാൾ മുൻപുള്ള ഉത്തമമായ നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം സംഭവിച്ച ഏറ്റവും അനുഗ്രഹീതമായ ദിവസമായ വെള്ളിയെ അവൻ നമുക്ക് തിരഞ്ഞെടുത്തു. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയെ പരിചയപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച ദിവസം സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഖുതുബയും നിസ്കാരവുമെല്ലാം അതിൽ നിർവഹിക്കുകയും കേൾക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹു അതിന് ഉന്നതമായ പ്രതിഫലമാണ് നൽകാമെന്ന് ഏറ്റിട്ടുള്ളത്. പക്ഷേ നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളും അതിൻ്റേതായ ഒരു മഹത്വമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയോ ബഹുമാനമോ ഒന്നും കൊടുത്തു കാണാറില്ല. ഇന്നത്തെ വെള്ളി അവധി ദിവസം കൂടിയാണ്. എന്നിട്ടും ആളുകൾ ജുമഅക്ക് നേരത്തെ എത്തുക എന്ന ഏറ്റവും പുണ്യമായ ആ സൽക്കർമ്മത്തിൽ നിന്നും എത്രയോ വിദൂരത്താണ്. ഇമാം ഖുതുബയ്ക്ക് വേണ്ടി മിമ്പറിൽ കയറിയാൽ
രാവിലെ മുതൽ പള്ളിയിലേക്ക് വരുന്നവരുടെ റെക്കോർഡുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഗ്രന്ഥങ്ങൾ റെക്കോർഡുകൾ മടക്കുമെന്നും അവരും ഖുതുബയ്ക്ക് വേണ്ടി ഖുതുബ കേൾക്കാൻ വേണ്ടി പള്ളികളിൽ സമ്മേളിക്കുമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ഈ ഒരു വിമുഖത, ഈ വൈമനസ്യം, ജുമുഅക്ക് നേരത്തെ വരുന്നതിനോടുള്ള നമ്മുടെ താല്പര്യക്കുറവ്, അത് നാം ഒഴിവാക്കി എത്രയും നേരത്തെ നമുക്ക് പള്ളികളിലേക്ക് എത്താൻ കഴിയുമോ അത്രയും നേരത്തെ തന്നെ നാം എത്തുന്നവരായി തീരുക. രാവിലെ വരുന്നവർക്കുള്ള പ്രതിഫലം ഒന്ന് വേറെ, പിന്നീട് വരുന്നവർക്കുള്ള പ്രതിഫലം ഒന്ന് വേറെ, അങ്ങനെ 3-4 രീതിയിൽ ഇതിന് പ്രതിഫലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അറിയാഞ്ഞിട്ടാണോ അല്ല അതെല്ലാം ധാരാളം വാങ്ങിയിട്ടുണ്ട് എന്ന ശ്രദ്ധയിലാണോ അതല്ല ഇത്രയൊക്കെ മതി എന്ന അലസതയുടെ പേരിലാണോ എന്നൊന്നും അറിയില്ല. ഇപ്പള്ളിയിൽ നിന്നല്ല, എല്ലാ പള്ളികളിലും ആളുകൾ വളരെ പിന്തിയാണ് ജുമുഅക്കെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് ഈ കാര്യം ഉണർത്തുക, നേരത്തെ തന്നെ പള്ളികളിൽ മസ്ജിദുകളിൽ എത്താൻ അവരെ സ്നേഹത്തോടെ ഉപദേശിക്കുക. അള്ളാഹു അവർക്കും നമുക്കും എല്ലാ ഖൈറാത്തുകളിലും നന്മകളിലും സജീവമായി പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരു ദിവസം അവൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടും. യൗമുദ്ദീൻ എന്നും ഖിയാമത്ത് എന്നും യൗമുൽ ഫസ്ൽ എന്നും അല്ലെങ്കിൽ യൗമുൽ ഫുർഖാൻ എന്നും ഒക്കെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിചയപ്പെടുത്തിയ ആ ദിവസം, അതാണ് നമ്മുടെ വിധി നിർണയ നാൾ. ആ ദിവസത്തിലേക്കുള്ള സമ്പാദ്യം ആയിരിക്കണം നാം ഇവിടെ സമ്പാദിക്കേണ്ടത്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ ഇവിടെ ജീവിക്കുന്നതിനുള്ള സമ്പാദ്യത്തിനു വേണ്ടി നാം രാവും പകലും കഷ്ടപ്പെടുകയാണ്. ഉറക്കമൊഴിഞ്ഞും ആരോഗ്യം പരിഗണിക്കാതെയും ഒക്കെ വളരെ ചുരുങ്ങിയ വർഷങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ സുഖത്തിനു വേണ്ടി സൗകര്യത്തിനു വേണ്ടി ഒക്കെ നാം നെട്ടോട്ടം ഓടുകയാണ്. അവിടെ നാം ഒന്നും നോക്കാറില്ല. ഇങ്ങനെ നാം വിശ്രമമില്ലാതെ നാം കഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് നാം രോഗിയാകും, നാം അവശതയിലേക്ക് തള്ളപ്പെടും എന്നൊന്നും നാം ശ്രദ്ധിക്കാറില്ല. ഈ ഭൂമിയിലെ സുഖത്തിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. എന്നാൽ അത് പോരാ. സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൻ്റെ വിജയത്തിനായിരിക്കണം നാം എല്ലാം മത്സരിക്കേണ്ടത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ എന്ന വിശുദ്ധ ഖുർആനിലെ പരിചയപ്പെടുത്തൽ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനും അവൻ്റെ അടുക്കലുള്ള പാപമോചനത്തിനു വേണ്ടിയും നിങ്ങൾ കിടമത്സരം നടത്തി മുന്നേറുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസം ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. ആ ദിവസത്തെ സൂക്ഷിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇറക്കിയ ഏറ്റവും അവസാനത്തെ ആയത്തും ഇതാണ്. ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് ഈ ആയത്ത് കൊണ്ടാണ്. നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം എൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം, അതിനുള്ള എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അംഗീകരിക്കണം എന്ന് സവിസ്തരം വിശുദ്ധ ഖുർആനിലെയും പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെയും വ്യക്തമായി പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു അവൻ്റെ ഉപദേശം ഖുർആനിൽ നിർത്തുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഈ ആയത്ത് കൊണ്ടാണ്.
അൽ ബഖറയുടെ 281 ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 രാത്രിയാണ് 9 ദിനമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത്. പിന്നീട് വഫാത്തായി. അപ്പം ഇതിന് ശേഷം പിന്നീട് ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ ഗൗരവം ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു ഖുർആനിലൂടെ ഉപദേശ കൽപ്പനകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ദിവസത്തെ സൂക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഇത് അവസാനിപ്പിക്കുന്നത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ നിങ്ങളെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്നും യാത്ര പോകും. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ, ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളും. ബർസഖ് എന്നാണ് ആ ലോകത്തിൻ്റെ പേര്, ഒരു മറയുള്ള സ്ഥലം. അവിടെ നിന്നുള്ള പുനർജന്മമാണ് ഹിസാബ്, കണക്ക് ചോദ്യത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ദിവസം. അതാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനെന്ന് ഫാത്തിഹയിലും യൗമുൽ ഫസ്ൽ എന്നും യൗമുൽ ഫുർഖാൻ എന്നും വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ള ആ ദിവസം. അപ്പോൾ ആ ദിവസത്തെ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി, ആ ദിവസത്തിൽ നിങ്ങളെ മടക്കപ്പെടും ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. നിങ്ങളിവിടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന 60, 70, 80 എത്രയാകട്ടെ, ആ വർഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു, എന്ത് കൃഷിയാണ് നിങ്ങൾ ഇവിടെ ഇറക്കിയത്, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചോ ഇല്ലയോ എന്ന്, നിങ്ങൾ എന്തൊക്കെയാണ് പേപ്പറിൽ രേഖപ്പെടുത്തിയതെന്ന്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്നീ 2 പുണ്യ മാലാഖമാർ രേഖപ്പെടുത്തിയത് എന്തെന്ന് നിങ്ങളെ കാട്ടിത്തരുന്നതിനും അതനുസരിച്ചുള്ള രക്ഷാശിക്ഷകൾ നിങ്ങൾക്ക് നൽകുന്നതിനും വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞ് തീർത്തുകൊണ്ടാണ് വഹിയിൻ്റെ പരിസമാപ്തിയും നിശ്ചയിച്ചത്. പിന്നീട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിച്ചിട്ടില്ല. 9 ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോടും യാത്ര പറഞ്ഞു. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ആ ദിവസത്തിൽ നിങ്ങൾ പ്രവർത്തിച്ച, നിങ്ങൾ സമ്പാദിച്ച എല്ലാത്തിൻ്റെയും പ്രതിഫലം ഓരോ നഫ്സിനും, ഓരോ വ്യക്തിക്കും അള്ളാഹു പൂർത്തിയാക്കി തരിക തന്നെ ചെയ്യും. വഹും ലാ യുളമൂൻ, ആരോടും ഒരു വിധത്തിലുള്ള അനീതിയോ അല്ലെങ്കിൽ അക്രമോ ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ ചെയ്തതിന് നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയുമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികളെ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തെ ഗൗരവപൂർവം സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേലെല്ലാം അർപ്പിതമാണ്. ഈ ദിവസത്തെ സൂക്ഷിക്കാതെ ജീവിച്ച് ഇവിടെ നിന്ന് മരിച്ചുപോയ ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപിക്കുന്ന വിലാപങ്ങളും അള്ളാഹു ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. ചില ആളുകൾ പറയും യാ ലൈതനി കുന്തു തുറാബ, അന്ന് ഖേദിക്കുകയാണ്. ചില ആളുകൾ പറയും യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. ചില ആളുകൾ പറയും യാ ലൈതനി ലം ഊത കിതാബിയ. ചില ആളുകളുടെ വിലാപം യാ ലൈതനി ലം അദ്ഖിദ് ഫുലാനൻ ഖലീല. വേറെ ചില ആളുകൾ യാ ലൈതഹ കാനത്തിൽ ഖാലിയ. വേറെ ചില ആളുകൾ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അലീമ എന്ന വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളും വിലാപങ്ങളും അട്ടഹാസങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ദിവസത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെ സൂക്ഷിക്കാതെ ഇവിടെ ജീവിച്ച് തന്തോന്നിവാസികളായി മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ വരുന്നതെന്ന്
അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഇവിടെ ഒരാൾ എത്ര സമ്പാദിച്ചാലും, എത്ര വളർന്നാലും, എത്ര അംഗബലവും സംഘബലവും നേതൃത്വ പാഠവും പദവിയും ഒക്കെ ഉണ്ടായാലും സഹോദരങ്ങളെ, അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ഫലം ചെയ്യുകയേയില്ല. മുൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു മുതലാളിയെ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം അള്ളാഹു തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് മൈന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസുബതി ഉലിൽ ഖുവ്വ എന്നാണ്. ശക്തന്മാരായ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകളുടെ ഭാരം കൊണ്ട് അവർ പോലും ക്ഷീണിച്ചു പോകുമായിരുന്നു. അങ്ങനത്തെ വലിയൊരു മുതലാളി, ഒരു സമ്പന്നൻ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായി? അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിൽ ജീവിച്ചിരുന്ന കൗമിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. ധനാഢ്യൻ, സമ്പന്നൻ, പ്രതാപശാലി, ആഡംബരപ്രിയൻ, ആഡംബരം കാട്ടിയവൻ. വാതൈനാഹു, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, മിനൽ കുനൂസി, നിധികളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, ശക്തരായ ഒരു സംഘം ആളുകൾ ക്ഷീണിച്ചു പോകത്തക്ക നിലയിലുള്ള ഖജനാവിൻ്റെ താക്കോലുകൾ അദ്ദേഹത്തിന് നാം കൊടുത്തിരുന്നു. അഥവാ വാരിക്കോരി 4000 കോടിയല്ല, ലക്ഷം കോടിയല്ല, കോടിക്കോടിയല്ല, ബില്യനല്ല, ട്രില്യനല്ല, അതിനപ്പുറം സമ്പത്ത് നാം കൊടുത്ത ഒരു മനുഷ്യൻ. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അദ്ദേഹത്തിൻ്റെ ഈ നിഗളിപ്പും അദ്ദേഹത്തിൻ്റെ ഈ പൊങ്ങച്ചവും ഒക്കെ കണ്ടപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, അഹങ്കരിക്കണ്ട, നിഗളിക്കണ്ട, അള്ളാഹുവിന് അതിഷ്ടമല്ല, വിനയാന്വിതനാവുക, മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കുക, അങ്ങോട്ട് പോകേണ്ടി വരും, അവിടെ കണക്ക് ചോദിക്കും, അതിന് മറുപടിയും കൊടുക്കേണ്ടി വരും. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി നമ്മിൽ പല ആളുകളും ഇന്നൊക്കെ കൊടുക്കുന്നത് പോലെ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ്, എൻ്റെ പാടവം, എൻ്റെ കഴിവ്, എൻ്റെ സംഘടിത ശക്തി കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ നിയന്ത്രണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടൊക്കെ ഞാൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്താണിത്. ഇതിൽ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ള പല വാക്കുകളും പല തീരുമാനങ്ങളും അവൻ എടുക്കുകയും പറയുകയും ചെയ്തപ്പോൾ അള്ളാഹു വളരെ വ്യക്തമായ നിലയിൽ അവന് മറുപടി കൊടുത്തു. ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ-അർദ്. അധ്യായം ഖസസ്. അവനെയും അവൻ്റെ വീടിനെയും കൊണ്ട് നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഇന്നും ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് സുവിക്തമായ സംഭവങ്ങളിൽ കാണാൻ കഴിയും, ചരിത്രങ്ങളിൽ, ഹദീസുകളിൽ. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഒരാൾ എത്ര കണ്ട് വലിയവനായാലും നിഗളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളോട് അള്ളാഹു കൽപ്പിക്കുന്ന വളരെ വ്യക്തമായ ഗൗരവപൂർവമായ കൽപ്പന, ഒരു ദിവസത്തെ ഞാനും നിങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ ശ്രദ്ധിച്ച് സൂക്ഷിക്കണമെന്നാണ്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഓരോരുത്തരും അന്ന് ആലോചിക്കാൻ തുടങ്ങും. മാ ഖദ്ദമത് യദാഹു, ഞാൻ എനിക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു വച്ചു എന്ന്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ. എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ അവൻ ആലോചിക്കാൻ തുടങ്ങുകയാണ്, എന്താണ് എനിക്ക് ഈ ദിവസത്തിന് വേണ്ടി ഞാൻ സമ്പാദിച്ചതെന്ന്. ഒന്നുമില്ലല്ലോ. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ഇങ്ങനെ പറയലല്ലാതെ വേറെ ഒരു നിർവാഹവും വന്നില്ല. ഞാനൊരു മണ്ണായിരുന്നെങ്കിൽ, ഞാൻ ഇല്ലായ്മയായിരുന്നവനെങ്കിൽ,
എൻ്റെ മരണത്തോടു കൂടി എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന വിലാപവാക്കുകളായിരിക്കും. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാത്ത എല്ലാവരുടെയും അവസ്ഥ. യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. വേറെ ആളുകൾ പറയുന്നത് എൻ്റെ ഈ ജീവിതത്തിനു വേണ്ടി, അഥവാ മരണത്തിന് ശേഷം പുനർജന്മം കാണുമ്പോൾ അവൻ പറയുന്നതാണ്, എൻ്റെ ഈ ജീവിതത്തിനു വേണ്ടി ഞാൻ രാപ്പകൽ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വേറെ ആളുകൾ പറയുന്നത് യാ ലൈതനി ലം ഊത കിതാബിയ, ഈ കിതാബ് എൻ്റെ കയ്യിൽ തരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് റെക്കോർഡാക്കിയിരിക്കുന്നത്. വേറെ ആളുകൾ പറയുന്നത് യാ ലൈതൻ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ, ഞാൻ എൻ്റെ ഭൂമിയിലുള്ള ജീവിതത്തിലുള്ള എൻ്റെ സഹപാഠികൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ചങ്ങാതിമാർ വളരെ മോശക്കാരായിരുന്നു. അവരോടൊന്നും ഞാൻ സഹവസിക്കാതെ ഈ ദിവസത്തിൻ്റെ വിജയത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പാടുപെടുന്ന നല്ല മനുഷ്യരോടൊപ്പം ഞാൻ ചേർന്നിരുന്നെങ്കിൽ, മോശക്കാരായ ആളുകളോടൊന്നും ഞാൻ കൂട്ടുകൂടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹ കാനത്തിൽ ഖാലിയ, വേറെ ആളുകൾ പറയുന്നത് ഞാൻ തീർന്നു പോയിരുന്നെങ്കിൽ, രണ്ടാമതൊരു ജന്മവും ഒരു വേദനയും രക്ഷാശിക്ഷകളൊന്നും ഇല്ലാതെ ഞാനങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാഗ്നാനി മാലിയ, ഒരുപാട് കോടികൾ ബാക്കി വച്ചുകൊണ്ടാണ് ഞാൻ പോന്നത്, ഒന്നും എനിക്ക് ഫലം ചെയ്തില്ല. ഹലകാനി സുൽത്താനിയ, ഞാൻ വലിയ നേതൃത്വത്തിൽ ഉള്ളവനായിരുന്നു, ആളുകളെ മുഴുവനും അടക്കി ഒതുക്കി ഭരിച്ചവനായിരുന്നു, എൻ്റെ അധികാരമൊന്നും എനിക്ക് ഫലം ചെയ്തില്ല. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഇന്നത്തേക്ക് ഞാൻ ഒന്നും സമ്പാദിച്ചില്ലല്ലോ. യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അലീമ, വേറെ ഒരു സംഘം രക്ഷപ്പെട്ടവരായി സന്തോഷിക്കുന്ന ഒരു സംഘത്തെ കാണുമ്പോൾ എൻ്റെ നഷ്ടമേ, എൻ്റെ ഗതികേട്, ആ വിജയിച്ചവരോടൊപ്പം ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ വ്യത്യസ്തങ്ങളായ ഗതികേടിൻ്റെ വാക്കുകൾ, വിലാപവാക്കുകൾ, സങ്കടഹർജികൾ അന്ന്, അതായത് ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും എന്ന ദിവസത്തെ ഓർത്തുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കാത്തവരെല്ലാം നാളെ സഹോദരങ്ങളെ ഈ വിലാപവാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിൻ മുസ്ലിം ആയ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായും അള്ളാഹുവിനും അവൻ്റെ കൽപ്പനകൾക്കും അനുസൃതമായിരിക്കുക. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, നാം എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊക്കെ ഓതൽ സുന്നത്തായ ഒരു അധ്യായമാണത്, സൂറ സജദയും മുൽക്കും. ആ സജദയിൽ അള്ളാഹു പറയുന്നു, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാതെ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തല കീഴ്പോട്ടാക്കി കുനിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസം നബിയെ തങ്ങൾ കണ്ടാൽ അത് വല്ലാത്ത ഒരു കാഴ്ചയായിരിക്കും. അവർ ഇവിടെ ഒരുപാട് അഹങ്കരിച്ചവരാ, ഒരുപാടുണ്ടായിരുന്നു, അവരുടെ പിന്നിൽ ഒരുപാട് സംഘങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ നിർവാഹമില്ലാത്തവനായി, തല കുത്തിപ്പിടിച്ചവനായി, തല താഴ്ത്തിയവനായി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ വിലാപവാക്കുകൾ പറയാ, റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നിഅമൽ സ്വാലിഹ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നിലവിൽ കേട്ടു, ഇതൊക്കെ ശരിയായിരുന്നു എന്ന ആ ഒരു യാഥാർത്ഥ്യം നിലവിൽ ഇപ്പോൾ ഞങ്ങൾ കാണുകയാ, ഞങ്ങൾ കേൾക്കുകയാണ്. ഫർജിഅന, ഞങ്ങളെ നീ ഒന്നുകൂടി മടക്കുമോ, ഒരു ചാൻസ് തരുമോ? നിഅമൽ സ്വാലിഹ,
ഞങ്ങൾ സ്വാലിഹീങ്ങളായിക്കൊള്ളാം, നല്ല കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തോളാം. ഇന്ന മൂക്കിനൂൻ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയത്. ഈ ഭൂമിയിൽ 90 കൊല്ലവും 100 കൊല്ലവും 110 കൊല്ലമൊക്കെ ജീവിച്ചവനവൻ. എന്നിട്ട് അവൻ പറയുകയാണ്, പടച്ചോനെ ഇപ്പോഴാ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയത്, നീ ഞങ്ങളെ ഒന്ന് മടക്കുമോ? ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ, എൻ്റെ ഈ ദിവസത്തെ, നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരുന്ന ഈ ദിവസത്തെ മറന്ന് ഭൂമിയിൽ അന്ന് ജീവിച്ചവനെ, അക്രമി നഷ്ടവാളി, അനുഭവിച്ചോ എന്നാണ് അള്ളാഹുവിൻ്റെ മറുപടി. തിരിച്ചൊരു ചാൻസും കൂടി നൽകുകയല്ല, ഫദൂഖു, അനുഭവിച്ചോ, ബിമാ നസീതും, നീ മറന്നത് കാരണമായി, ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യത്തെ മറന്ന് നീ നിഗളിച്ചുകൊണ്ട് ഭൂമിയിൽ അടിപൊളിയായിട്ട് അള്ളാഹുവിനെ മറന്ന് തോന്നിയാസിയായിട്ട് ജീവിച്ചതിൻ്റെ ഫലമായി അനുഭവിച്ചോളാൻ അള്ളാഹുവിൻ്റെ മറുപടി. ഇന്നാ നസീനാക്കും, ഞാൻ ഇന്ന് നിന്നെ മറന്നു കളയുകയാണ്. നീ എന്നെ അന്ന് മറന്നതുകൊണ്ട് നിന്നെ ഞാനും മറക്കുകയാ. നിന്റെ ഈ ദുആയും നിന്റെ ഈ പ്രാർത്ഥനയൊന്നും ഇന്നെനിക്ക് വേണ്ട. വേണ്ട ഒരവസരം ഉണ്ടായിരുന്നു, നിനക്ക് ഞാൻ വർഷങ്ങളും തന്നു, ബുദ്ധിയും നൽകി, അറിവും നൽകി, കഴിവും നൽകി, സമയവും നൽകി. പക്ഷേ അതൊന്നും നീ ഉപയോഗിച്ചില്ല. വദൂഖു അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിൻ്റെ കാരണമായി കാലാകാലത്തെ ഗതികേടിലേക്ക് നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവനെ തള്ളുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ നല്ല സുഖത്തിലാണ്, റാഹത്തിലാണ്, സന്തോഷത്തിലാണ്. ഈ ദിവസം നാം കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് നമുക്കാർക്കും അറിയില്ല. പ്രതീക്ഷകൾ കൈവിടാതെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം മാറ്റുക. അതൊന്നല്ലാതെ വേറൊരു വഴിയില്ല. മാറ്റിക്കൊണ്ട് അള്ളാഹുവിൽ ശുഭപ്രതീക്ഷ വയ്ക്കുക. ദീനിനെ നാം ഒരു കളിയും തമാശയുമായി കൂട്ടാതെ ഇത് ഗൗരവമുള്ളതാണ് എന്ന് നാം നമ്മുടെ വിശ്വാസത്തിലേക്ക് നാം കൊണ്ടുവരിക. അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബൻ വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, അല്ലാഹു നൽകിയ ദീനിനെ കളിയും തമാശയും വിനോദവും അല്ലെങ്കിൽ വെറും പോയി കാര്യങ്ങളായി ആ ദീനിനെ കണ്ട ആളുകളുണ്ടല്ലോ. വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നല്ലദീന യുഹദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹുവിനോടും റസൂലിനോടും നീതി പുലർത്താതെ അവരെ അവഗണിക്കുന്ന, അവരോട് മത്സരം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ നിസാരമാക്കപ്പെടുക തന്നെ ചെയ്യും. ഇവരുടെ മുൻപുള്ള ഇതേപോലെയുള്ള ആളുകളെ നിസാരമാക്കപ്പെട്ടതുപോലെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം ഉണരുക. നമ്മുടെ ജീവിതം ഇങ്ങനെ നിമിഷങ്ങൾ, മണിക്കൂറുകൾ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു കടക്കുന്നതോ, ഒരു മാസത്തെ കലണ്ടറുകൾ മറിച്ചിടുന്നതോ, ഒരാഴ്ച മിന്നിമറയുന്നതോ, ഒരു ദിവസം വളരെ പെട്ടെന്ന് തന്നെ തീരുന്നതൊന്നും നാം അറിയുന്നില്ല. പല ആളുകളോടും ചോദിക്കുമ്പോൾ അവർ പറയും, ഇപ്പം എൻ്റെ വയസ്സ് 58, 68, 45, 80. ആളുകളാരും വിചാരിക്കുന്നില്ല ഇത്ര പെട്ടെന്നായി എന്ന്. ചില ആളുകളോട് ചോദിക്കുമ്പോൾ അവരുടെ പ്രായം പറയാൻ അവർക്ക് മടിയാ. ഇത്ര ആയി എന്ന് കേൾക്കുമ്പോൾ ഇത്ര ആയോ, ഞാനിപ്പോഴും ചെറുപ്പക്കാരനാണെന്ന എല്ലാവരുടെയും വിചാരം. അല്ല, ഓരോ ദിവസവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. വേഗത്തിൽ മുൻപുള്ള കാലത്ത് അടുത്തതുപോലെയല്ല, ഇപ്പോൾ വേഗത കൂടിയിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടവരോടൊപ്പം ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ സമയത്ത് അതിനെ വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കുക എന്നത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ധിക്കരിക്കുന്നവരോടൊപ്പം ചേരാതെ, അവരുമായി ബന്ധപ്പെടാതെ, വിശ്വാസികളും വിശ്വാസിനികളും അവരോട് കൽപ്പിക്കപ്പെട്ട കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ
മറ്റു പാപങ്ങൾ പശ്ചാത്താപം മുഖേന അള്ളാഹു മാപ്പാക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ കബൂലാക്കട്ടെ. ഉണരാനും ചിന്തിക്കാനും വിശുദ്ധ ഖുർആൻ പഠിക്കാനും പ്രവാചകചര്യ മനസ്സിലാക്കി അതിലൂടെ മുന്നേറാനും അള്ളാഹു നമുക്കെല്ലാം അവസരങ്ങളും തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ. യൗമ ഇദി യതദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റ എന്ന് പറയുന്നതിൽ ആവാതെ അന്നേ ദിവസം മനുഷ്യൻ ആലോചിക്കും. വ അന്നാ ലഹു ദിക്റ, അന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് അള്ളാഹു പറഞ്ഞ അതിൽ പെടാതെ ഇന്ന് നാം ആലോചിക്കുന്നവരിൽ പെട്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു കൊച്ചു അധ്യായമാണ് അൽഹാക്കുമു തകാസുർ. നമുക്കൊക്കെ അത് ബാധകമാണ്, നമ്മോടൊക്കെയാണത് പറയുന്നത്. അൽഹാക്കുമു തകാസുർ ഹത്താ സുർത്തും അൽ മഖാബിർ. ഖബറിൽ ചെല്ലുന്നത് വരെ, അല്ലെങ്കിൽ ഖബർ സന്ദർശിക്കുന്നത് വരെ. ഉദ്ദേശം നിങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുന്നത് വരെ എത്ര ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും പാഠശാലകൾ നിങ്ങൾ കണ്ടാലും കേട്ടാലും ഇതൊന്നും ബഹുഭൂരിഭാഗം ആളുകൾ പരിഗണിക്കുന്നേയില്ല. അവർക്കൊക്കെ വേറെ ജോലിയുണ്ട്, വേറെ പരിപാടികളുണ്ട്, തിരക്കാണ്. അൽഹാക്കും, നിങ്ങളെ ജോലിയാക്കി കളഞ്ഞു, നിങ്ങളെ തിരക്കിലാക്കി കളഞ്ഞു, നിങ്ങൾക്ക് സമയമില്ലാത്ത അവസ്ഥയിലായി. അത്തക്കാസുറു, സമ്പത്തൊരുമിച്ച് കൂട്ടാനുള്ള നെട്ടോട്ടത്തിലും അധികാരങ്ങൾ പിടിച്ചടക്കാനുള്ള തത്രപ്പാടിലും മറ്റു പല മേഖലകളിലായിട്ടുള്ള നിങ്ങളുടെ അലച്ചലിലെല്ലാം നിങ്ങളെ ജോലിയാക്കി കളഞ്ഞു. ഹത്താ സുർത്തും അൽ മഖാബിറ, ഖബർ സന്ദർശിക്കുന്നത് വരെ ഇതേ നിലയിലാണ് ബഹുഭൂരിഭാഗത്തിൻ്റെയും മുന്നോട്ടുള്ള ഗമനം. കല്ല, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സൗഫ തഅലമൂൻ, ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ അറിയുക തന്നെ ചെയ്യും കേട്ടോ. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പിൻ്റെ അറിവ്. ഇന്നിപ്പോൾ എല്ലാവർക്കും സംശയമാണ്. ഖബർ അതെല്ലാവർക്കും ഉറപ്പാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, പിന്നീടുള്ള ജീവിതം, മഹ്ശറയിലുള്ള അവസ്ഥ, രക്ഷാശിക്ഷകൾ ബഹുഭൂരിഭാഗത്തിനും സംശയങ്ങളാണ്. സംശയിപ്പിക്കുന്ന അറിവുകളാണ് എല്ലാവരും നേടുന്നത്. നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നാം നേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള അറിവുകളാണ്. അങ്ങനെയായി സംശയത്തിൻ്റെ വാക്താക്കളായി. ഇനി നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നത് എല്ലാം കഴിഞ്ഞ് മണ്ണിലേക്ക് ചെല്ലുന്ന സമയത്താണ്. അള്ളാഹു പറയുകയാണ്, ഗ്യാരണ്ടിയാണ്, ഉറപ്പാണിത്. ആവർത്തിച്ച് അള്ളാഹു പറയുകയാണ്, കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂൻ. ഉറപ്പാണ്, നിങ്ങൾ അറിയും, ഉറപ്പിൻ്റെ അറിവ് അറിയും. ഓരോരുത്തരുടെയും കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. ലതറവുന്നൽ ജഹീം, കത്തിയാളുന്ന നരകാഗ്നി. തുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും.
തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വച്ച് നാം വാരിക്കോരി തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഓരോന്നോരോന്നായി നിങ്ങളോട് ക്വസ്റ്റ്യനും ചോദ്യപ്പാടും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ അറിയണേ എന്ന് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പായി അവസാന അധ്യായങ്ങളിൽ ഒരധ്യായത്തെ തന്നെ അള്ളാഹു എടുത്തു പറയുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതം സഹോദരങ്ങളെ ഏത് സമയവും തീർന്നുകൊണ്ടിരിക്കുക, നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കിട്ടിയ അവസരം, അടുത്ത വെള്ളി വരെ നമ്മളിൽ ആരുണ്ടാകും നമുക്കറിയില്ല. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ പേരെന്ത് നമുക്ക് ആർക്കും അറിയില്ല. അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണരാനും ചിന്തിക്കാനും അള്ളാഹുമായി കൂടുതൽ അടുക്കാനും പ്രതിഫല ദിവസത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പ്രസന്നവതയായി പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാൻ നമുക്കും കുടുംബങ്ങൾക്കും എല്ലാ വിശ്വാസിനികൾക്കും പടച്ചതമ്പുരാൻ തൗഫീഖ്